നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2026 ഏപ്രിൽ മാസത്തെ അവിട്ട നക്ഷത്രക്കാരുടെ നക്ഷത്രഫലം എന്താണ് എന്ന് പരിശോധിച്ച് നോക്കാം. അവിട്ട നക്ഷത്രം എന്ന് പറയുമ്പോൾ അവിട്ട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്നത് കുംഭക്കൂറിലും, ശേഷം 30 നാഴിക വരുന്നത് ആദ്യത്തെ 30 നാഴിക വരുന്ന മകരക്കൂറിലും, ശേഷം 30 നാഴിക വരുന്ന കുംഭക്കൂറിലുമാണ്. അപ്പോൾ മകരക്കൂറുകാരെ സംബന്ധിച്ച് അത്ര അനുകൂലമായ ഗുണഫലം പറയാനായിട്ട് പറ്റാത്തൊരു മാസമാണ്. കാരണം 6-ൽ വ്യാഴം മറഞ്ഞിരിക്കുന്നു. അതേപോലെ തന്നെ ലഗ്നാധിപതി ലഗ്നത്തിൻ്റെ 3-ാം ഭാവത്തിലാണ്. അവിടെ അഗ്നിമാരത യോഗം ചെയ്താണ് നിൽക്കുന്നത്. സൂര്യനോട് യോഗം ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അപ്പം സൂര്യനും ചൊവ്വയും ശനിയും 3 പാപഗ്രഹങ്ങൾ ഒരുമിച്ച് യോഗം ചെയ്ത് നിൽക്കുന്നത് കാരണം കൊണ്ട് തന്നെ സഹായികൾ ശത്രുക്കളാകുക, ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് തടസ്സം വരിക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണ്. കേസ്, വഴക്ക്, മറ്റുള്ളവർ കളവ് ആരോപിക്കുന്ന അവസ്ഥ വരിക, കള്ളത്തരം പറഞ്ഞു എന്ന് പറയുന്നത് കേൾക്കാനിട വരിക, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ദൈവാധീനമില്ല. ഭാഗ്യാധിപതി ലഗ്നാധിപതിയോട് ചേർന്ന് നിൽക്കുന്നത് കാരണം ഭാഗ്യമുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളിൽ പെടാതെ രക്ഷപ്പെട്ടു പോരാനായിട്ട് സാധിക്കും. എന്ത് പ്രശ്നം വന്നാലും അതിൽ നിന്നൊക്കെ അതിജീവിക്കാനായിട്ട് യോഗമുണ്ട്. പിന്നെയുള്ളത് കർമ്മസംബന്ധമായിട്ട് വളരെ നല്ല ഗുണം പറയാനായിട്ട് പറ്റും. കാരണം കർമാധിപതി കർമ്മസ്ഥാനത്തേക്ക് ദൃഷ്ടി ചെയ്താണ് നിൽക്കുന്നത്. അതിനുശേഷം പിന്നെ 19-ാം തീയതി ഏപ്രിൽ 19-ന് അത് 5-ാം ഭാവത്തിൽ സ്വക്ഷേത്രത്തിലേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ അവിടെ വരുന്ന സമയത്തും അനുകൂലമായിരിക്കുന്ന രീതിയിലുള്ള ഗുണഫലങ്ങളാണ് കാണുന്നത്. തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് വളരെ നല്ലതാണ്. ബാക്കിയുള്ള വിഷയങ്ങളൊക്കെ കുറച്ച് തടസ്സങ്ങൾ, നടുവേദന പോലെയുള്ള കുറച്ച് രോഗങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മുറിവ്, ചതവ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരാതെ ഇരിക്കാനായിട്ട് അതിന് വരെ സാധ്യതയുള്ള സമയമാണ്. അവിട്ട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴികയിൽ ജനിച്ചവരെ സംബന്ധിച്ച് പറയുമ്പോൾ 5-ൽ വ്യാഴമുള്ളത് കൊണ്ട് ദൈവാധീനമുണ്ട്. ഭാഗ്യാധിപതി ഭാഗ്യസ്ഥാനത്തേക്ക് ദൃഷ്ടി ചെയ്ത് സഹായസ്ഥാനത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമാണ്. പോലീസ്, പട്ടാളം, രാഷ്ട്രീയം ഈ 3 മേഖലയിലും തൊഴിലെടുക്കുന്നവർക്ക് വളരെ നല്ല അനുകൂലമായിരിക്കുന്ന നേട്ടങ്ങൾക്ക് യോഗമുണ്ട്. അത് കൂടാതെ തന്നെ കെമിക്കലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ടെക്നിക്കലായിട്ടുള്ള മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ഒക്കെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുള്ള മാസമാണ്. ലഗ്നത്തിൽ രാഹു നിൽക്കുന്ന കാരണം സന്തോഷിക്കുമ്പോൾ കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇടയ്ക്ക് തലവേദന ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നടുവേദന പോലെയുള്ള പ്രശ്നങ്ങൾക്ക് യോഗമുണ്ട്. എങ്ങോട്ടെങ്കിലും ഇപ്പോൾ എന്തെങ്കിലും ഒന്ന് പ്ലാൻ ചെയ്യുക, എന്തെങ്കിലും ഒന്ന് എങ്ങോട്ടെങ്കിലും ഇറങ്ങണമെന്നൊക്കെ വിചാരിച്ചിട്ട് പ്ലാൻ ചെയ്ത് വെച്ചാൽ ആ സമയമാകുമ്പോൾ ആദ്യം ഒരു മുടക്കം വരും. അതിനുശേഷമാണ് അനുകൂലമായിട്ട് വരിക എന്ന് പറയുന്നൊരു ദോഷം ഉണ്ട്. അപ്പം നാഗപൂജ ചെയ്യണം. അതുപോലെ തന്നെ നവഗ്രഹ പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ രാഹുപൂജയും കേതുപൂജയും ചെയ്യണം. ഏഴശനീൻ്റെ ഒരു ദോഷമുള്ളത് കാരണം കൊണ്ട് ലഗ്നാധിപതി ചൊവ്വയോട് യോഗം ചെയ്ത് നിൽക്കുകയും കൂടി ചെയ്യുന്നത് കാരണം അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യണം. വീടിന് സമീപത്തുള്ള ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട്, ദേവീക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്ത് നന്നായിട്ട് പ്രാർത്ഥിക്കണം. ഇങ്ങനെയുള്ള നല്ല പ്രാർത്ഥന, വഴിപാട് മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വലിയ തടസ്സങ്ങളില്ലാതെ സാമ്പത്തികമായിരിക്കുന്ന നേട്ടങ്ങളും കർമ്മസംബന്ധമായിട്ടുള്ള അഭിവൃദ്ധിയും മറ്റുള്ളവരെ ബഹുമാനം ആർജിക്കാൻ സാധിക്കുന്ന അവസ്ഥയിലൂടെയൊക്കെ കടന്നു പോകാനായിട്ട് അവിട്ട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴികയിൽ ജനിച്ച എല്ലാ കുംഭക്കൂറുകാർക്ക് യോഗം കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.